everyone, welcome back to Xylem Learning. ഞാൻ നിങ്ങളുടെ അനൂമിസ് ആണ്. നമ്മൾ ഇന്ന് നമ്മളുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പേര് തന്നെയാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതായത് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഇവിടുന്ന് പഠിച്ചൊരു കാര്യം നമുക്ക് യൂസ്ഫുൾ ആണ് അല്ലെ. നമ്മളെ ചെറിയ ക്ലാസ്സിൽ LKG UKG നമ്മൾ ABCD പഠിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ എസ്സേകളും വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ ആർട്ടിക്കിൾസും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതേപോലെ കെമിസ്ട്രിയിലെ ഫുൾ ബേസിക്സ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും സീരിയസ്നെസ്സോട് കൂടി തന്നെ മിസ്സിന്റെ കൂടി ഇരിക്കാം. നിങ്ങൾക്ക് കെമിസ്ട്രി ഇതുവരെ ഇനി 10ാം ക്ലാസ് വരെ നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 10 വരെ നിങ്ങൾ കെമിസ്ട്രി ഒന്നും പഠിച്ചില്ല, നിങ്ങൾക്ക് ഒരു ബേസിക്സും ഇല്ല, ഒന്നും ആലോചിച്ചു ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ മിസ്സിന്റെ കൂടെ ഈ ക്ലാസ് കേട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. കെമിസ്ട്രി നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും, നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ കെമിസ്ട്രി ഞാൻ ഈസി ആയിട്ട് പഠിപ്പിച്ചു തരും, നിങ്ങൾ പോലും അറിയാണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലെ, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം അല്ലെ, ഒരു ചോദ്യം വരും, കെമിസ്ട്രിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് ആണല്ലോ പഠിക്കുന്നത്, അപ്പൊ എന്താണ് ഈ കെമിസ്ട്രി അല്ലെ, വാട്ട് ഇസ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ കെമിസ്ട്രി എന്താണ്? നമുക്കറിയാം കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിലെ ഒരു ബ്രാഞ്ചാണ്. നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാം. നമ്മൾ 10th എന്ത് പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, ബയോളജി പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, ഓൾറെഡി അറിയാം. അപ്പം ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. അത് എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? ദാറ്റ് ഡീൽസ് വിത്ത് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, റിയാക്ഷൻസ് ഓഫ് മെറ്റീരിയൽ സബ്സ്റ്റൻസസ് അല്ലെ. അവരുടെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, റിയാക്ഷൻസ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചിനെയാണ് നമ്മൾ സയൻസിന്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എക്സാമിന് ആരും എന്താണ് കെമിസ്ട്രി എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും മനസ്സിലാക്കി പഠിക്കണം അല്ലെ. അപ്പൊ എന്തിനാ കെമിസ്ട്രി അല്ലെങ്കിൽ എന്താ കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പൊ നാളെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എടാ ശരിക്കും ഈ കെമിസ്ട്രി എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കാം. സെറ്റ് അല്ലേ? ആണ്. ഇനി എന്തിനാണ് നമ്മൾ ഈ കെമിസ്ട്രി പഠിക്കുന്നത്? നമ്മൾ എന്ത് സബ്ജക്ട് പഠിക്കുമ്പോഴും എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, ശരിക്കും എന്തിനാ ഞാൻ ഇത് പഠിക്കുന്നത് അല്ലെ, എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ. നമ്മൾ എന്തിനാ കെമിസ്ട്രി പഠിക്കുന്നത്? കെമിസ്ട്രി പഠിക്കാതിരുന്നൂടെ? എന്തിനാണ് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത്? നമ്മുടെ ലൈഫിന്റെ എല്ലാ ആസ്പെക്ട്സിലും നമ്മൾ എന്താണ്, കെമിസ്ട്രിയിൽ ഡിപ്പെൻഡന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഡിസീസസ് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എല്ലാവരും എങ്ങനെയാണ്, കെമിക്കൽ ഓറിജിൻ ആണ് അല്ലെ. അപ്പൊ മെഡിസിൻസിൽ നമ്മൾ കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈഫ് സേവിങ് ഡ്രഗ്സ് ആയിട്ടുള്ള ടാക്സോൾ, അതുപോലെ സിസ്പ്ലാറ്റിൻ ഒക്കെ എന്താണ്, നമ്മുടെ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. മെഡിസിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എങ്ങനെയാണ്, ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിന്റെയൊക്കെയാണ്? മെയിൻലി മാനുഫാക്ചറിങ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ആയിട്ടുള്ള റയോൺ ആയിക്കോട്ടെ, നൈലോൺ ആയിക്കോട്ടെ, അങ്ങനെ സിന്തറ്റിക് ഫൈബേഴ്സിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകളിലല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ടെഫ്ലോൺ, പോളിത്തീൻ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പെയിന്റ്, വാർണിഷ്, ഡൈസിലൊക്കെ എന്താണ്, നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. സിമെന്റ്, ഗ്ലാസ് അല്ലെ. നമ്മൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കണം എന്ന് വെച്ചിട്ടാണ്, സിമെന്റും കോൺക്രീറ്റും ഒക്കെയാണ്. അവിടെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ലൈഫ് എന്താണ് എന്ന് നമുക്ക് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയാം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇനിയിപ്പം എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ലൈക്ക് സിൽവർ, മഗ്നീഷ്യം, അയൺ, ഗോൾഡ് ഒക്കെ എന്താണ്, അതൊക്കെ കെമിസ്ട്രിയുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ്. ഇനി അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെ. അതിൽ എന്തൊക്കെയാ വരുന്നത്? മെയിൻലി യൂറിയ, അമോണിയം സൾഫേറ്റ്, കാൽഷ്യം നൈട്രേറ്റ് ഒക്കെ എങ്ങനെയാണ്, നമ്മൾ കെമിസ്ട്രിയുടെ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻ ആണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കംഫർട്ടിനും കൺവീനിയൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി കെമിസ്ട്രി തന്നെയാണ്. നോക്കാം, ഡൊമസ്റ്റിക് റിക്വയർമെന്റ് അല്ലെ, പേപ്പർ, ഫാബ്രിക്സ്, ഡെയിലി നമ്മൾ കുളിക്കുന്നത് സോപ്പ് തേച്ചിട്ടാണ്. ടൂത്ത് പേസ്റ്റ് അല്ലെ, രാവിലെ എണീറ്റ് ആദ്യം ബ്രഷിൽ വെക്കുന്നത് പേസ്റ്റ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ ആലോചിക്കുക, ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫുൾ മൊത്തത്തിൽ കെമിസ്ട്രി ആണ് അല്ലെ. എല്ലാ ദിവസവും കുടിക്കുന്ന വാട്ടർ, ഇറ്റ് ഇസ് H2O അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ നിൽക്കുമ്പോൾ മിസ് ഇവിടെ നല്ല രീതിയിൽ AC ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എയർ കണ്ടീഷനിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറെ കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. ലിക്വിഡ് അമോണിയ, ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ്, ഫിലിം ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊന്നും എക്സാമിന് വാട്ട് ഇസ് കെമിസ്ട്രി, കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെയുള്ള രീതിയിൽ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം,
എന്താ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ നല്ല രീതിയിൽ മാറിയാണ് വരുന്നത് അല്ലെ. അപ്പം NCERT എന്ത് കൊടുത്തിട്ടുണ്ടോ അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല, ഇത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടില്ല, ഇതാരും പഠിപ്പിക്കാറില്ല, അങ്ങനെയൊന്നും വിചാരിച്ചു ഒരു ടോപ്പിക്കും എന്ത് ചെയ്യരുത്, നിങ്ങളായിട്ട് സ്കിപ്പ് ചെയ്യരുത്. മിസ് NCERT മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. NCERTന്ന് ഒരു എന്താ പറയാ ടോപ്പിക്ക് പോലും, ഒരു സെന്റൻസ് പോലും മിസ്സാക്കാതെ NCERTയുടെ എല്ലാ നൂക്ക് ആൻഡ് കോർണേഴ്സ് അരിച്ചു പറക്കിയിട്ടാണ് മിസ് സ്ലൈഡ് ഉണ്ടാക്കുന്നത്. മിസ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മുമ്പുണ്ടായിരുന്ന മുൻ വർഷങ്ങളിലെ വീഡിയോസോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് ഒക്കെ നോക്കിയിട്ട് ഇതൊന്നും അതിലില്ലല്ലോ, ഇതൊന്നും ഇതിലില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യരുത്. എന്ത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം NCERT ഓറിയന്റഡ് ആയിട്ട്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഒരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. എനർജി റിസോഴ്സസിൽ കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? മെയിൻലി കോൾ, വുഡ്, ന്യൂക്ലിയർ ഫ്യൂവൽസ്, പെട്രോളിയം ഒക്കെ എന്താണ് നമ്മുടെ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ 5 ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാ പറഞ്ഞത്. ഇനി ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ എന്താണ് ആദ്യം പഠിക്കാൻ പോകുന്നത്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മാറ്റർ. വാട്ട് ഇസ് ദ മാറ്റർ അല്ലെ? എന്താണ് മാറ്റർ? എന്താണ് മിസ് ഇവിടുത്തെ മാറ്റർ? എന്താണ് മാറ്റർ അല്ലെ? ആരാണ് മാറ്റർ? എന്താണ് മാറ്ററിന്റെ നേച്ചർ? അപ്പൊ മാറ്റർ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാറ്റർ. അപ്പൊ നമ്മള് ചെറിയ ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡ് മുതൽ എന്ത് പറയും? മാറ്റർ ഇസ് എനിത്തിങ് വിച്ച് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് പോസസ് മാസ് ആൻഡ് വോള്യൂം എന്ന് പറയാം അല്ലെ. മാസും വോള്യൂം ഉള്ള, അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് മാറ്റർ അല്ലെ. മാറ്റർ വിച്ച് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈസ് വോള്യൂം അല്ലെ. മാസും ഉണ്ടാവും അതുപോലെ തന്നെ വോള്യൂം ഉണ്ടാവും, അതാണ് മാറ്റർ. ഇതെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി അറിയാം, എവ്രിതിങ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ എന്ന് നമ്മൾ പഠിക്കും. പിന്നെ അടുത്തത് ഞാൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചോദിച്ചാൽ നിങ്ങൾ പറയും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ആൻസേഴ്സ് പറയും. അപ്പൊ മാറ്ററിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. മാറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, ഞാനായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഈ വെള്ളം ആയിക്കോട്ടെ, ഈ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഈ എന്താ പറയുക റിമോട്ട് ആയിക്കോട്ടെ, എവ്രിതിങ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. അപ്പൊ മാറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനൊരു മാസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്, അതിനൊരു വോള്യൂം ഉണ്ട്. പിന്നെ ഇതെന്റെ സെൻസസ് വെച്ച് എനിക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് പറയാം ഓക്കെ ദിസ് റിമോട്ട് ഇസ് എ മാറ്റർ അല്ലെ, മാറ്റർ ആണ്. അപ്പം മാറ്ററിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പം കുട്ടി ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്ന സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് അല്ലെ. അപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോളിഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് ദാ ഈ ഒരു റിമോട്ട്, ഇവൻ എങ്ങനെയാ, ഇവൻ സോളിഡ് ആണ് അല്ലെ. ഇവന് ഒരു പ്രോപ്പർ, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റിമോട്ടിനെ കാണുന്നില്ലേ? അല്ലെങ്കിൽ ഈ വാട്ടർ ബോട്ടിൽ എടുക്കാം. ഈ വാട്ടർ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇതിനൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട് അല്ലെ, ഇതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള വോള്യൂം ഉണ്ട് അല്ലെ. വാട്ടർ ബോട്ടിൽ എടുത്തു, വാട്ടർ ബോട്ടിലെ വെള്ളത്തിനെ അല്ല കൺസിഡർ ചെയ്യുന്ന വാട്ടർ ബോട്ടിലിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്. ബോട്ടിലിന് എന്താണ്, ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു വോള്യൂം ഉണ്ട്. ബോട്ടിലിലെ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? സോളിഡിൽ ഇതിനെ പിടിച്ച് ഞാനിങ്ങനെ പ്രസ് ചെയ്താൽ ഒന്നും ബോട്ടിലിന്റെ ഷേപ്പിന് മാറ്റം ഒന്നും വരുന്നില്ല. സോ ഇതിലത്തെ മോളിക്യൂൾസ് ഒക്കെ ഇങ്ങനെയാണ്, വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മോളിക്യൂൾസ് ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആണ് സോളിഡ്സിന്റെ കേസിൽ. അപ്പൊ സോളിഡ്സ് എടുക്കുമ്പോൾ ഇതിന്റെ മോളിക്യൂളുകൾ എല്ലാം ഇങ്ങനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് എങ്ങനെയാണ്, വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഓക്കെ, ഇനി ലിക്വിഡിലേക്ക് വരികയാണ്. ലിക്വിഡിലേക്ക് വരുമ്പം ദാ ഇവിടെ ഈ സാനിറ്റൈസർ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇതിനകത്ത് എന്തുണ്ട്, സാനിറ്റൈസർ ഉണ്ട്, ഇറ്റ്സ് എ ലിക്വിഡ് അല്ലെ. ഇതിനകത്ത് എന്തുണ്ട്, വെള്ളമുണ്ട് അല്ലെ. ബോട്ടിലിനകത്ത് വെള്ളമുണ്ട്, ഇറ്റ്സ് എ ലിക്വിഡ്. അപ്പൊ ലിക്വിഡിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടോ? ഞാൻ ഈ ഒരു ബോട്ടിലിൽ വെക്കുമ്പോൾ ഈ ബോട്ടിലിന്റെ ഷേപ്പാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചാൽ ഈ ബോട്ടിലിന്റെ ഷേപ്പാണ് അല്ലെ. അപ്പൊ ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് ഏത് കണ്ടെയ്നറിലാണ് നമ്മൾ വെക്കുന്നത് അതിന്റെ ഷേപ്പിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോള്യൂം അല്ലെ, ഇതിനകത്ത് ഇത്രയും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, സേ ഇതിപ്പോ നമുക്ക് പറയാം ഒരു 500 ml ബോട്ടിൽ ആണെങ്കിൽ ഒരു 250 ml എന്തുണ്ട്, ഇതിനകത്ത് സാനിറ്റൈസർ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ ഞാൻ ഈ 1 ലിറ്ററിന്റെ ബോട്ടിലേക്ക് മാറ്റിയാലും അതിനകത്തും എന്ത് തന്നെ ഉണ്ടാവും, 250 ml തന്നെ ഉണ്ടാവും അല്ലെ. അപ്പം ഷേപ്പ് മാറുന്നുണ്ട്, കണ്ടെയ്നർ ഏതാണോ അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നുണ്ടെങ്കിലും വോള്യൂം ഫിക്സ്ഡ് ആണ്. ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, പക്ഷെ എന്തുണ്ട്, ഡെഫിനിറ്റ് വോള്യൂം ഉണ്ട്. ഇനി ഗ്യാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്ത് ചെയ്യാണ്,
ഞാനിപ്പോൾ ഞാൻ ഒരു ബലൂൺ എടുത്ത് വീർപ്പിക്കാം. ഓക്കെ, ഞാൻ ഒരു ബലൂൺ എടുത്തു. അപ്പൊ ആദ്യം ഞാനൊരു ഇത്രയും വീർപ്പിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കുഞ്ഞു ബലൂണാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെങ്ങനെ വേറൊരു സ്ക്വയർ ബോക്സ് എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് ഈ ബലൂണിന്റെ ഉള്ളിലെ എയർ അതിന്റെ ഉള്ളിലേക്ക് ആക്കി. അപ്പൊ ആദ്യം ഇതിനകത്ത് ഈ ബലൂണിന്റെ ഉള്ളിലുണ്ടായിരുന്ന എയറിന്റെ വോളിയം കുറവായിരുന്നു അല്ലെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു വലിയ സ്ക്വയർ ബോക്സിലേക്ക് ആക്കിയപ്പോൾ അതായി അതിന്റെ വോളിയം. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ടോ? ഇവിടെയൊക്കെ ഗ്യാസ് ഉണ്ട്. ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ഡെഫിനറ്റ് വോളിയം ഉണ്ടോ? ഡെഫിനറ്റ് വോളിയം ഇല്ല അല്ലെ. ഞാൻ ആദ്യം ഒരു കുഞ്ഞു കണ്ടെയ്നറിൽ വെച്ചാൽ അത്രയാണ് വോളിയം. പിന്നെ ഞാൻ അതിനെ മാറ്റി വേറെ കണ്ടെയ്നറിൽ ഇട്ടാൽ അത്രയാണ് വോളിയം അല്ലെ. അപ്പൊ വോളിയം എങ്ങനെയാണ്? വോളിയവും ഇല്ല. അപ്പൊ ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവും ഇല്ലാത്ത ആളാണ് ആര്? നമ്മുടെ ഗ്യാസ് ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്, നമ്മളൊന്ന് ബ്രഷ് ചെയ്തെടുത്താണ് അല്ലെ. മാറ്ററിന്റെ 3 സ്റ്റേറ്റ്സ് ആണ്. എപ്പോഴും ചോദിക്കും 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പെട്ടി വരച്ചു കൊടുക്കണം. നോക്കിക്കേ, സോളിഡ്സിന് എന്തുണ്ടെന്നാ പറഞ്ഞത്? സോളിഡ്സിന് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവും ഉണ്ട് അല്ലെ. സോളിഡ് ആണെന്ന് പറഞ്ഞാൽ അവന് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവും ഉണ്ട്. ലിക്വിഡ്സ് ആവുമ്പോഴത്തേക്കും ഡെഫിനറ്റ് വോളിയം ഉണ്ട്, പക്ഷെ എന്താണ്? ഷേപ്പ് ഇല്ല. ഷേപ്പ് എങ്ങനെയാ? കണ്ടെയ്നറിന്റെ ഷേപ്പിനനുസരിച്ച് മാറും അല്ലെ. ഗ്യാസിനോ ഇത് രണ്ടും ഇല്ല. ഡെഫിനറ്റ് ഷേപ്പും ഇല്ല, ഡെഫിനറ്റ് വോളിയവും ഇല്ല. ഇനി ഇവരുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറ്റി പറയാം. 3 പേരുടെ ഞാൻ പറഞ്ഞു. സോളിഡ്സിന്റെ ആളുകൾ എങ്ങനെയാണ്? അവരിങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കുക. അടുത്ത് ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കുക. അപ്പൊ ക്ലോസ്ലി പാക്ക് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്? അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് അവർ ക്ലോസ്ലി പാക്ഡ് ആയിട്ടിരിക്കുന്നത്. ഇനി ലിക്വിഡ്സിലേക്ക് വരുന്ന സമയത്ത് എന്താ അറിയോ? നോക്കിയേ, സോളിഡിന്റെ അത്രയും ക്ലോസ്ലി പാക്ഡ് അല്ല അല്ലെ. സോളിഡിന്റെ അത്രയും അല്ല. അപ്പൊ എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് മോഡറേറ്റ് ആ. ഒരുപാട് സ്ട്രോങ് അല്ല, ചെറിയ രീതിയിൽ മോഡറേറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് വരുന്നത്. ഇനി ഗ്യാസിലേക്ക് വരുമ്പം ഒരാൾ ഇവിടെ ആണെങ്കിൽ ഒരാൾ അവിടെ. അവരിങ്ങനെ ലാ ലാ ല എന്ന് പറഞ്ഞിട്ട് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ഇഷ്ടത്തിന് നടക്കുന്ന ആൾക്കാരാണ് ഗ്യാസ്. ഇങ്ങനെ വോണ്ടർ ചെയ്ത് നടക്കുകയാണ് അവരല്ലേ. അപ്പൊ ഇവിടെ ഒരാൾ അവിടെ ഒരാൾ. അപ്പൊ ഇവർക്ക് എന്താണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാടാ? വളരെ ലോ ആണ്. അപ്പം സോളിഡ്സിന് സ്ട്രോങ് ആണ്, ലിക്വിഡ്സിന് മോഡറേറ്റ് ആണ്, ഗ്യാസസിന് ലോ ആണ്. സെറ്റ്. ഇനി ഇവരുടെ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചും കൂടി എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കാം. സോളിഡ് ആവുമ്പം നമ്മുടെ റൂം ടെമ്പറേച്ചറിന്റെ മുകളിലാണ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? എബവ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിന്റെ മുകളിലാണ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ലിക്വിഡ്സ് ആവുമ്പോൾ എങ്ങനെയാണ്? റൂം ടെമ്പറേച്ചറിന്റെ ബിലോ ആണ് മെൽറ്റ് ആവുന്നത്, ലിക്വിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഇനി ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഗ്യാസസിന്റെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാണ്? റൂം ടെമ്പറേച്ചറിന്റെ താഴെയാണ്. ബിലോ റൂം ടെമ്പറേച്ചർ ആണ് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നത്? ബോയിൽ ചെയ്യുന്നത്. സെറ്റ് ആണല്ലോ? സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇന്റർചേഞ്ചബിൾ ആണോ? മാറ്റാൻ പറ്റുമോ? പറ്റില്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും വലിയ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇന്റർചേഞ്ചബിൾ ആണെന്ന് കണ്ടുപിടിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചെറുതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം മിസ് ഇപ്പോഴും ചെയ്യാറുണ്ട്. മിസ്സിന് ഈ ജലദോഷം പിടിച്ചതിന്റെ റീസണും അതാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം ജ്യൂസൊക്കെ അടിച്ചിട്ട് അതിനെന്ത് ചെയ്യും? ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കും അല്ലേ. അപ്പൊ ആദ്യം ജ്യൂസ് അടിച്ചു, ലിക്വിഡ് ആയിരുന്നു, ഞാൻ അതിനെന്ത് ചെയ്യും? ഫ്രീസ് ചെയ്ത് ഐസ് ആക്കും. എന്നിട്ട് ഐസ് ക്യാൻഡി പോലെ കഴിച്ചുകൊണ്ട് കിടക്കും. മിസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണത്. അപ്പം മിസ്സിന് എന്തോ വലിയൊരു അച്ചീവ്മെന്റ് പോലെയാണ്. ഇപ്പം മാംഗോയുടെ സീസൺ ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പൊ മാങ്ങയൊക്കെ ഇങ്ങനെ നല്ല പൾപ്പി ആയിട്ട് ജ്യൂസ് അടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഐസ് ക്യാൻഡി മേക്കർ കിട്ടില്ലേ, ഇങ്ങനെ ഐസ് ക്യാൻഡി മേക്കറിൽ വെച്ച് തണുപ്പിച്ച് എന്ത് ചെയ്യും? എടുത്ത് കഴിക്കും. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ലിക്വിഡ് ആയിരുന്നു അല്ലെ, സോളിഡ് ആയിരുന്ന മാങ്ങേനെ നമ്മൾ എന്ത് ചെയ്തു? അടിച്ച് ജ്യൂസ് ആക്കി, ലിക്വിഡ് ആക്കി, അതിനെ എടുത്ത് ഫ്രീസറിൽ വെച്ച് വീണ്ടും എന്ത് ചെയ്തു? തണുപ്പിച്ച് സോളിഡ് ആക്കി എടുത്തു അല്ലെ. ഇനി ഞാൻ കുറച്ചു നേരം ഈ ഐസ് ക്യാൻഡി ഇങ്ങനെ എടുത്ത് ഈ ഒരു കൈ പിടിച്ച് നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് വീണ്ടും മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് വരും അല്ലേ. വരും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ മാറ്ററിന്റെ സ്റ്റേറ്റ്സിനെ, സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റുമടാ? ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സിന്റെ പേരുകൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അതായത് ലിക്വിഡ് എങ്ങനെയാണ് സോളിഡ് ആയിട്ട് മാറുന്നത്? ലിക്വിഡ് മെൽറ്റ് ചെയ്തിട്ട് അല്ലെ, ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്ത് സോളിഡ് ആക്കി മാറ്റും. ലിക്വിഡ്സ് മെൽറ്റ് ചെയ്താണ് സോളിഡ് ആവുന്നത്. അപ്പം ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? മെൽറ്റിംഗ് എന്ന് വിളിക്കും. ഇനി നേരെ തിരിച്ച് സോളിഡ് ലിക്വിഡ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ഫ്രീസറിൽ വെക്കും മിസ് അല്ലേ, ഫ്രീസിങ്. അപ്പൊ സോളിഡ്സ് ലിക്വിഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കൂടാ, ഫ്രീസിങ് എന്ന് വിളിക്കും. ഇനി നോക്കുക, നമ്മുടെ സോളിഡ് ചേട്ടൻ എന്താവുകയാണ്, സ്റ്റീമായിട്ട് മാറുകയാണ്. നമ്മൾ ചായ വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ സോളിഡ് സ്റ്റീമായിട്ട് മാറുന്നത് ചായ വെക്കുമ്പോൾ പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ ഐസിനെ സബ്ലിമേഷൻ ചെയ്യുമ്പോഴാണ് സ്റ്റീം ആവുന്നത്. എന്താണ് ഈ സബ്ലിമേഷൻ എന്ന് നിങ്ങൾക്കറിയാം. കർപ്പൂരം കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ, കർപ്പൂരം കുറച്ച് കയ്യിലെടുത്ത് കത്തിക്കരുത്, കൈ പൊള്ളും, നിങ്ങൾക്ക് അറിയാലോ. കർപ്പൂരം കുറച്ചെടുത്ത് കത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കർപ്പൂരം എന്ന് പറയുന്ന ക്യാംഫർ ആണ്. ക്യാംഫർ എങ്ങനെയാ, അത് സോളിഡ് ആണ്. അപ്പൊ അത് കത്തിച്ചു കഴിയുമ്പോൾ അത് ഡയറക്റ്റ് സ്റ്റീം ആയിട്ട് മാറുന്നത് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ നാഫ്തലീൻ ബോൾസ് ഇല്ലേ, നാഫ്തലീൻ ബോൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, പക്ഷെ നമ്മൾ ഈ പാറ്റ വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വൈറ്റ് കളറിൽ ബോൾ പോലത്തെ വൈറ്റ് കളറിൽ പാറ്റ ഗുളിക എന്നൊക്കെ പറയും അതിനെ. മിസ്സിന്റെ ഒക്കെ നാട്ടിൽ പാറ്റ ഗുളിക എന്ന് വിളിക്കും. ശരിക്കും അത് നാഫ്തലീൻ ബോൾസ് ആണ്. നമ്മുടെ കെമിസ്ട്രിക്കാരുടെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് നാഫ്തലീൻ ബോൾസ്. അപ്പൊ ഈ നാഫ്തലീൻ ബോൾസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നാഫ്തലീൻ ബോൾസ് സോളിഡ് ആയിട്ടായിരിക്കുക അല്ലെ. നാഫ്തലീൻ ബോൾസ് ഇങ്ങനെ സോളിഡ് ആയിട്ടായിരിക്കുക. ഇത് ലിക്വിഡ് ആയിട്ടല്ല മാറുക, അത് നേരെ ഇങ്ങനെ ആവിയായിട്ടാണ് പോവുക. സോ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്ക് കൺവേർട്ട് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റീം ആയിട്ട് മാറുവാണെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയും. ഇനി സ്റ്റീം നേരെ ഐസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റീം നേരെ സോളിഡ് ആയിട്ട് മാറുവാണെങ്കിൽ ഓർത്ത് വെക്കുക, ഡെപ്പോസിഷൻ. മെൽറ്റിങ്ങും ഫ്രീസിങ്ങും ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ചോദിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ആരാടാ, ഡെപ്പോസിഷൻ എന്താണ്, സബ്ലിമേഷൻ എന്താണ് എന്നൊക്കെയാണ്. ബിക്കോസ് കോമൺ അല്ല. അപ്പം മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്രീസിങ് നമുക്ക് അറിയണതാണ്, പക്ഷെ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. ഇനി ഗ്യാസ് തിരിച്ചു സോളിഡ് ആയിട്ട് മാറുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കടാ, ഡെപ്പോസിഷൻ എന്ന് വിളിക്കും. ഇനി അടുത്തത്, ഒരു ലിക്വിഡ് സ്റ്റീം ആയിട്ട് മാറുന്നു. ചായ വെക്കുകയാണേ, ചായ വെക്കുമ്പോൾ എന്താ സംഭവിക്കണത്, ചായ വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കുറെ എന്ത് ചെയ്യും, കുറെ ഇത് വെള്ളം ഇങ്ങനെ തിളച്ച് മുകളിലേക്ക് ഇങ്ങനെ ആവിയായി പറക്കും അല്ലെ, നല്ല ആവി പറക്കുന്ന ചായ. അപ്പം ഈ ലിക്വിഡ് സ്റ്റീം ആയിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ ഇവാപ്പറേഷൻ എന്ന് വിളിക്കും അല്ലെ, ഇവാപ്പറേഷൻ. ഇനി നേരെ തിരിച്ച് സ്റ്റീം ലിക്വിഡ് ആവുകയാണ് അല്ലെ. ഇങ്ങനെ ചായയുടെ ആവി ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, മേളിൽ ഒരു പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാത്രത്തിന്റെ മേളിൽ മുഴുവൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് വെള്ളമായിട്ടിരിക്കുന്നുണ്ടാവും. സോ സ്റ്റീം നേരെ പോയിട്ട് എന്തായിട്ട് മാറി, ലിക്വിഡ് ആയിട്ട് മാറി അല്ലെ. സോ അതെന്താണ്, ദാറ്റ് ഇസ് കണ്ടൻസേഷൻ. അപ്പം 6 പ്രോസസ്സുകളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലെ. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മാറ്ററിന്റെ 3 സ്റ്റേറ്റ്സിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പം 6 പ്രോസസ്സുകളാണ് നടക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാണ്, ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ അത് മെൽറ്റിംഗ് എന്ന് വിളിക്കുന്നു അല്ലെ. ഇനിയിപ്പോ നേരെ തിരിച്ച് സോളിഡ് ലിക്വിഡ് ആവുകയാണെങ്കിൽ അത് ഫ്രീസിങ് എന്ന് വിളിക്കും. ഇനി സോളിഡ് സ്റ്റീം ആവുകയാണെങ്കിൽ നമ്മൾ പറയും സബ്ലിമേഷൻ. സ്റ്റീം സോളിഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ഡെപ്പോസിഷൻ. ഇനിയിപ്പോ നമ്മൾ പറയാണ് എന്താണ്, ലിക്വിഡ് സ്റ്റീം ആവുകയാണെങ്കിൽ ഇവാപ്പറേഷൻ, തിരിച്ച് സ്റ്റീം ലിക്വിഡ് ആവുകയാണെങ്കിൽ കണ്ടൻസേഷൻ. 6 സെറ്റ് ആണല്ലോ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് മാറ്ററിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പഠിക്കാം. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. മാറ്ററിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 2 ആയിട്ടാണ്. ശ്രദ്ധിച്ചിരിക്കണം, ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും അധികം കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താണ് ഒരു എലമെന്റ്, എന്താണ് ഒരു കോമ്പൗണ്ട്, എന്താണ് ഒരു ആറ്റം, എന്താണ് ഒരു മോളിക്യൂൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മിസ് മാറ്റിത്തരാനായിട്ട് പോവാണ്. അപ്പോൾ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പം മാറ്ററിനെ നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പ്യോർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും അല്ലെ. പ്യോർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, പ്യോർ ആയിട്ടുള്ള എന്തോ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സ്. അപ്പൊ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയോ മിക്സ് ചെയ്തിരിക്കുന്ന ആളുകൾ അല്ലെ. മിക്സ്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആരാന്നറിയോ, ഇവനാണ് നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ അല്ലെ. ശരിക്കും ഇത് മിക്സ്ചർ ആയിരുന്നു, നമ്മൾ പറഞ്ഞ് മിക്സ്ചർ ആയതാണ്. അപ്പൊ ഈ മിക്സ്ചർ, നിങ്ങൾ മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഈ മിക്സ്ചർ ഓർത്ത് വെക്കുക, ഒരുപാട് ആളുകളുടെ എന്താണ്, ഒരു എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്യോർ സബ്സ്റ്റൻസിലേക്ക് വരാം. പ്യോർ സബ്സ്റ്റൻസുകളെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കിക്ക, ആരൊക്കെയാണ്, എലമെന്റുകളും കോമ്പൗണ്ടുകളും. പ്യോർ സബ്സ്റ്റൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, എലമെന്റുകളും കോമ്പൗണ്ടുകളും. അപ്പൊ ഈ എലമെന്റ്സും കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ നോക്കുക, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്യുവർ സബ്സ്റ്റൻസിന് ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്യുവർ സബ്സ്റ്റൻസിന് നമ്മൾ ആരൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? പ്യുവർ സബ്സ്റ്റൻസിന് നമ്മൾ എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കി കഴിയുമ്പം എന്താണ് മിസ് ഒരു എലമെന്റ്? മിസ് പറഞ്ഞ എന്താണ് ഒരു എലമെന്റ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ടൈപ്പ് ഓഫ് ആറ്റമേ ഉള്ളൂ. നോക്കാം, ആൻ എലമെന്റ് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ കൈൻഡ് ഓഫ് ആറ്റം. ഒരു ടൈപ്പ് ഓഫ് ആറ്റം ആണ് ഒരു എലമെന്റിൽ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, സോഡിയം. സോഡിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു എലമെന്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറയാണ് O2. മിസ്, O2 എലമെന്റ് ആണോ? കോമ്പൗണ്ട് ആണോ? O2 ഓക്സിജൻ ആറ്റംസ് മാത്രമല്ലേ ഉള്ളൂ, അല്ലെ? O2 എന്ന് പറയുന്നത് ഇസ് ഓൾസോ ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ആൻ എലമെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ നീദർ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു നോർ ബിൽഡ് ഫ്രം സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ എനി ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ്. നിങ്ങൾ നോക്കുകയാടാ, ഈ ഡെഫിനിഷൻ ഒന്നും കണ്ട് പേടിക്കേണ്ട. ആൻ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ കൈൻഡ് ഓഫ് ആറ്റം. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഇത് എന്താ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എലമെന്റ് ആണ് അതിന്റെ ഏറ്റവും ചെറുത്, അല്ലെ? എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെയും ഡീകമ്പോസ് ചെയ്യോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ വീണ്ടും സിംപ്ലർ ആക്കി മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയും കോമ്പൗണ്ടുകൾ എന്ന് പറയും. അപ്പൊ ഈ എലമെന്റുകളെ രണ്ട് എലമെന്റുകൾ ചേർന്ന് ഒന്നിലധികം എലമെന്റുകൾ ചേർന്ന് ഉണ്ടാവുന്ന ആളാണ് എന്ത്? കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എലമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. എലമെന്റുകളെ നമ്മൾ എങ്ങനെയാണ് പിന്നെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എലമെന്റുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരുവാ? മെറ്റൽസ് വരും, അല്ലെ? മെറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? മെറ്റൽസിന്റെ പ്രത്യേകത നമ്മൾ കുട്ടി ക്ലാസ്സിൽ പോലും പഠിക്കുന്നതാണ്. മെറ്റൽസ് ഹാർഡ് ആണ്, മെറ്റൽസ് മാലിയബിൾ ആണ്, മെറ്റൽസ് ഡക്ടൈൽ ആണ്. എന്താണ് മാലിയബിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് അടിച്ചിങ്ങനെ പരത്തി തിൻ ഷീറ്റ്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. അതാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിങ്ങനെ വലിച്ചു നീട്ടി ചെറിയ വയറുകളായിട്ട് ഡ്രോൺ ചെയ്യാൻ പറ്റും, അല്ലെ? ചുമ്മാ ഇങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് ഡക്ടിലിറ്റി. അപ്പൊ മെറ്റലുകൾ നോക്കിക്കഴിഞ്ഞാൽ അവര് എങ്ങനെയാണ്? അവര് ഹാർഡ് ആണ്, അവര് മാലിയബിൾ ആണ്, അവർക്ക് ഡക്ടിലിറ്റി ഉണ്ട്, ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, അവർക്ക് ലസ്ചർ ഉണ്ട്, അല്ലെ? മെറ്റലിനൊരു തിളക്കമുണ്ട്, മെറ്റാലിക് ലസ്ചർ എന്ന് പറയും, അല്ലെ? തിളങ്ങുന്ന ആൾക്കാരാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യും? അവർ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എക്സാമ്പിൾസ്, അല്ലെ? മെറ്റാലിക് എലമെന്റ്സിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? കോപ്പർ, അയൺ, അലുമിനിയം, സിൽവർ, ഗോൾഡ് ഒക്കെ എങ്ങനെയാണ്? മെറ്റലുകളാണ്, അല്ലെ? ഇനി നോൺ മെറ്റൽസിലേക്ക് വരികയാണെങ്കിൽ അവരെങ്ങനെയാണ്? നോൺ മെറ്റൽസിന് എക്സാമ്പിൾ ആണല്ലേ നമ്മുടെ സൾഫർ, ഫോസ്ഫറസ്, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ. ഇവരൊക്കെ എങ്ങനെയാണ്? ഇവർക്ക് മെറ്റാലിക് ലസ്ചർ ഉണ്ടോ? ഇല്ല, അവർക്ക് ലസ്ചർ ഇല്ല, അവർ പോർ കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ എങ്ങനെയാണ്? അവർ ബ്രിട്ടിലാണ്, പെട്ടെന്ന് മെറ്റലിന്റെ പോലെ സ്ട്രെങ്ത് ഒന്നും ഇല്ല, പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ആളുകളാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ആരാ? വേറൊരു ആൾക്കാരുണ്ട്, മെറ്റലോയിഡുകൾ. അതായത് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി അവർ കാണിക്കും, അല്ലെ? ദീസ് മെറ്റൽസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് കോമൺസ് ടു മെറ്റൽസ് ആസ് വെൽ ആസ് നോൺ മെറ്റൽസ്. രണ്ടുപേരുടെയും പ്രോപ്പർട്ടി കാണിക്കുന്നവരെയാണ് നമ്മൾ മെറ്റലോയിഡുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ആർസനിക്, ടിൻ, ബിസ്മത്ത്, ആന്റിമണി ഒക്കെ എങ്ങനെയാണ്? മെറ്റലോയിഡ്സ് ആണ്. അപ്പൊ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൽ ഒരു ടൈപ്പ് ഓഫ് ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്തു? മെറ്റാലിക് എലമെന്റ്സ് ഉണ്ട്, മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് കോമ്പൗണ്ട് എന്ന് നമ്മൾ നോക്കാം. ഞാൻ പറഞ്ഞു എലമെന്റുകളെ ചേർത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആളുകളാണ് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എ കോമ്പൗണ്ട് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻടു സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ സം സ്യൂട്ടബിൾ കെമിക്കൽ മെത്തേഡ്സ്, അല്ലെ? ഞാനിപ്പം ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2O, വെള്ളം, അല്ലെ? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് ഉണ്ടാവുന്ന വാട്ടർ എന്താണ്? കോമ്പൗണ്ട് ആണ്, അല്ലെ? അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റും ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റും ചേർന്നാണ് ആരുണ്ടാവുന്നത്? വാട്ടർ എന്ന് പറയുന്ന H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ എന്താണ് എലമെന്റ്, എന്താണ് കോമ്പൗണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെ? അപ്പൊ എ കോമ്പൗണ്ട് ഇസ് ഫോം ബൈ കോമ്പിനേഷൻ of 2 or more elements in a definite proportion by mass. അതായത് വെള്ളം എന്ന് പറയുന്ന ആള്,
അതിന് ഞാൻ ഈ ബോട്ടിലിൽ നിന്ന് എടുത്തു. ഇനി ഞാൻ പുറത്ത് പോയിട്ട് ടാപ്പ് തുറന്ന് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു രസത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് റോട്ടിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ആ മഴവെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. എവിടെ പോയി വെള്ളം എടുത്താലും വാട്ടർ ഇസ് H2O. അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. ആ ഒരു പ്രപ്പോർഷൻ എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സസ്, ഏതൊക്കെ സോഴ്സിൽ പോയി ഞാൻ വെള്ളം എടുത്തോ, ഇവിടെ നിന്ന് വെള്ളം എടുത്തു, ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ വെല്ലിൽ നിന്ന് വെള്ളം എടുത്തോ, എവിടെ നിന്ന് വാട്ടർ എടുത്താലും വാട്ടർ ഇസ് H2O. അപ്പൊ അതാണ് പറയുന്നത്, കോമ്പൗണ്ടിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രപ്പോർഷൻ ഉണ്ട്. ഡെഫിനറ്റ് പ്രപ്പോർഷൻ ബൈ മാസ്. ആ മാസിന്റെ പ്രപ്പോർഷൻ എങ്ങനെയാണ്, ഡെഫിനറ്റ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാം. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും നമ്മുടെ എലിമെന്റുകൾ ചേർന്നല്ലേ കോമ്പൗണ്ട് ഉണ്ടാവുന്നേ, അപ്പൊ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എലിമെന്റിന്റെ പ്രോപ്പർട്ടി ആയിരിക്കൂ? അല്ല, ഒരിക്കലും അല്ല. അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ഓർത്തെടുത്താൽ മതി. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് കമ്പസിബിൾ ആയിട്ടുള്ള ആളാണ്, സ്വയം കത്തുന്ന ഒരാളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്സിജനോ കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അല്ലെ. നമുക്കറിയാം ഓക്സിജന്റെ പ്രസൻസിലാണ് വേഗം തന്നെ എന്ത് ചെയ്യുക, തീ പിടിക്കുന്നത് അല്ലെ. അപ്പൊ കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത് പറയുന്നത്, ഓക്സിജൻ അല്ലെ. സപ്പോർട്ടർ ഓഫ് കമ്പഷൻ ആണ്. ഹൈഡ്രജൻ ഇസ് കമ്പസിബിൾ, ഒറ്റയ്ക്ക് കത്തും അവൻ അല്ലെ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന ആളാണ്, ഓക്സിജൻ സപ്പോർട്ട് ചെയ്യും അല്ലെ, കമ്പഷൻ ഹെൽപ്പ് ചെയ്യുന്ന, കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അവര് ചേർന്ന്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഉണ്ടാകുന്ന വെള്ളം എങ്ങനെയാണെടാ, തീ കെടുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ വെള്ളത്തിന് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പ്രോപ്പർട്ടി ആണോ? അല്ല. അപ്പൊ ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പം അവൻ എങ്ങനെയാണ്, അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി അല്ല വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം. എല്ലാവരും വിചാരിക്കും ഹൈഡ്രജനും ഓക്സിജനും വെച്ചല്ലേ ഉണ്ടാക്കണേ, അപ്പൊ അവരുടെ പ്രോപ്പർട്ടി ആയിരിക്കും. ഒരിക്കലും അല്ല. ഇനി കോമ്പൗണ്ട്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് രണ്ടായിട്ട്, ഓർഗാനിക് കോമ്പൗണ്ട്സും ഇൻഓർഗാനിക് കോമ്പൗണ്ട്സും. നമുക്കറിയാം ഓർഗാനിക് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ്, ലിവിങ് ഓർഗാനിസംസിലുള്ളത്, അല്ലെങ്കിൽ കാർബൺ ആണ് ആ കോമ്പൗണ്ടിലൊക്കെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ലിവിങ് സോഴ്സസിൽ നിന്നാണ്. ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ്, ഓർഗാനിക് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് എന്താണ്, നമ്മുടെ ബോഡിയിൽ നോക്കിയാൽ മതി, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്, അവരൊക്കെ എങ്ങനെയാണ്, ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇനി ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പം അവരുടെ ഒറിജിൻ എങ്ങനെയായിരിക്കും, നോൺ ലിവിങ് സോഴ്സസ് ആണ്. എന്തൊക്കെയാണ് നോൺ ലിവിങ് സോഴ്സസ്, റോക്സ്, മിനറൽസ് ഒക്കെ എങ്ങനെയാണ്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. എക്സാമ്പിൾ നമ്മുടെ ഉപ്പ് അല്ലെ, കോമൺ സോൾട്ട്, മാർബിൾ, ജിപ്സം ഒക്കെ എങ്ങനെയാണ്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ കോമ്പൗണ്ട് എന്താണ്, അതുപോലെ എലിമെന്റ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഇപ്പൊ ആരെയൊക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ മാറ്റർ എന്താണെന്ന് പഠിച്ചു, മാറ്ററിനെ പ്യുവർ സബ്സ്റ്റൻസസ് ആയിട്ടും മിക്സ്ചർ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു, പ്യുവർ സബ്സ്റ്റൻസിൽ എന്താണ് എലിമെന്റ്, എന്താണ് കോമ്പൗണ്ട് എന്ന് പഠിച്ചു, എക്സാമ്പിളും കൂടെ പഠിച്ചു അല്ലെ. എലിമെന്റ്സിന് എക്സാമ്പിൾ ആരൊക്കെയാണ്, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ, സൾഫർ, ഫോസ്ഫറസ് ഒക്കെയാണ് വരുന്നത്. കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആരാ, കാർബൺ ഡൈ ഓക്സൈഡ്, NH3. ആരാണ് NH3? NH3 ഈസ് അമോണിയ. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, H2O. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ്, കോമ്പൗണ്ടുകളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മിക്സ്ചർ. മിക്സ്ചറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അതാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അപ്പൊ മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, മിക്സ്ചർ. അപ്പൊ മിക്സ്ചറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മിക്സ്ചർ കഴിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? മിസ്സിന് ആക്ച്വലി ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പൊ മിസ്സിന്റെ ഏറ്റവും കൂടുതൽ മിസ് പഠിക്കുമ്പോൾ കൂടെ കഴിക്കുന്ന സാധനമാണ് മിക്സ്ചർ എന്ന് പറയുന്നത്. അത് പക്ഷെ വായിച്ചു പഠിക്കുമ്പോൾ നിങ്ങളൊന്നും കഴിക്കരുത്, നല്ലതല്ല, അത് പ്രശ്നമാവും. പക്ഷെ എന്താണ്, നിങ്ങളിപ്പം മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് മിക്സ്ചർ എടുക്കാം. അല്ലെങ്കിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് മിക്സ്ചർ ഒക്കെ അല്ലെ, കുറച്ച് മിക്സ്ചറും ചായയൊക്കെ വെച്ച് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് ഭയങ്കര രസമാണ് അല്ലെ. മിസ്സിന് ഇഷ്ടമാണ്. മിസ്സിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മിസ്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് മിക്സ്ചർ ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരുന്ന് പഠിക്കാം. അപ്പൊ മിക്സ്ചർ, നമ്മൾ മിക്സ്ചർ എന്ന് വിളിക്കുന്ന ഇവൻ ആരാടാ ശരിക്കും, ഇവൻ മിക്സ്ചറാ. നമ്മൾ പറഞ്ഞു മിക്സ്ചർ ആയതാ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അല്ലെ. ഇതിനകത്ത് പീനട്സ് ഉണ്ട്, ഇതിനകത്ത് ഇങ്ങനെ എന്താ, ഇതിന്റെ പേരെന്താ, ഇതിനകത്തുള്ള സാധനങ്ങളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. നൂഡിൽസ് പോലത്തെ ഇങ്ങനെ 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 ഈ ഇതുണ്ട്, പിന്നെ ഇങ്ങനെ ചെറിയ ഇതുണ്ട്, പിന്നെ പൊട്ടുകടല ഉണ്ട്, പിന്നെ ചിലപ്പോൾ എന്താ കാഷ്യൂസ് ഉണ്ടാവും, ഇതിനകത്ത് ഇതാ കോൺഫ്ലേക്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുള്ള മിക്സ്ചർ. പറഞ്ഞു മിസ്സിന്
വിശക്കണം. അപ്പൊ മിക്സ്ചർ, നമ്മുടെ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്. ഇത് എങ്ങനെയാണ്? മെയ്ഡ് അപ്പ് ഓഫ് 2 or more പ്യുവർ സബ്സ്റ്റൻസസ്. 2 അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസുകളെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആളാണ് മിക്സ്ചർ എന്ന് പറയുന്നത്, അല്ലെ? ദേ ക്യാൻ പോസസ് വേരിയബിൾ കോമ്പോസിഷൻ. കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? വേരിയബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്? അവരെ നമുക്ക് അവരുടെ ബേസിക് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എന്താണ്, മിക്സ്ചേഴ്സ് ഹോമോജീനിയസ് ആയിട്ടും ഉണ്ട്, ഹെറ്ററോജീനിയസ് ആയിട്ടും മിക്സ്ചേഴ്സ് ഉണ്ട്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്, ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. 2 തരത്തിലുള്ള മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുറച്ച് ഉപ്പെടുക്കുകയാണ്, അല്ലെ? കുറച്ച് സോൾട്ട് നമ്മൾ എടുത്തു. ഉപ്പെടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഉപ്പെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? വെള്ളത്തിലിടുകയാണ്. ഉപ്പെടുത്തു, വെള്ളത്തിലിട്ടു. എന്ത് കിട്ടും? ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ അനുമിസ് വെള്ളത്തിൽ ഉപ്പിട്ട് ഇങ്ങനെ ഞാൻ അലിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കില്ല. ഉപ്പ് അലിഞ്ഞു പോകും, അല്ലെ? വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആയി പോകും. ഇനി ഞാൻ ഈ വാട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എനിക്ക് സോൾട്ടിന്റെ പാർട്ടിക്കിൾസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല, അല്ലെ? സോൾട്ട് ഇതിൽ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇനി ഞാൻ ഈ വാട്ടറിന്ന് ഇവിടുന്ന് കുറച്ച് എടുത്ത് വാട്ടർ എടുത്ത് ടേസ്റ്റ് ചെയ്തു, ഇവിടുന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തു, ഇവിടുന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തു, ഇവിടുന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തു. എവിടുന്ന് എടുത്ത് വാട്ടർ ടേസ്റ്റ് ചെയ്താലും എനിക്ക് ആ സോൾട്ടിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് മൊത്തത്തിൽ ത്രൂ ഔട്ട് ആയിട്ട് എന്ത് ചെയ്തു? അത് ഡിസോൾവ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആണ്. ഉപ്പ് കലക്കിയ വെള്ളത്തിൽ നിന്ന് എവിടെ നിന്ന് ഞാൻ എടുത്ത് വാട്ടറിനെ നോക്കിയാലും എല്ലാത്തിന്റെയും കോമ്പോസിഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. ദീസ് മിക്സ്ചേഴ്സ് ആർ ഓൾസോ നോൺ ആസ് സൊല്യൂഷൻസ്. ഇവരെ നമ്മൾ സൊല്യൂഷൻസ് എന്ന് വിളിക്കും. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ. നമ്മൾ +2 ഒരു ചാപ്റ്റർ തന്നെ പഠിക്കും. +2 ആദ്യത്തെ ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻസിന്റെ എല്ലാ കഥകളും പഠിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ അറിഞ്ഞു വെക്കുക, സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. എക്സാമിന് ചോദിക്കുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ എന്നുള്ളത്. അവർ സൊല്യൂഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് വരും. ഹോമോജീനിയസ് മിക്സ്ചർ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ, പ്യുവർ സബ്സ്റ്റൻസ്, കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓർത്ത് വെക്കുക, സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഇനി നോക്കിക്കേ, the component of such a mixture cannot be seen even under a microscope. നമുക്കൊരു ഹോമോജീനിയസ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാലും നമുക്ക് അതിന്റെ കമ്പോണൻസിനെ കാണാനായിട്ട് പറ്റില്ല. സം എക്സാമ്പിൾസ് എങ്ങനെയാണ്? എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ, അല്ലെ? എയറില് മറ്റേ എയർസ് ഒക്കെ ഇങ്ങനെയാണ് നല്ല രീതിയിൽ മിക്സ് ആയിരിക്കണം. അല്ല ഞാൻ ഇവിടുന്ന് കുറച്ച് എയർ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ വേറെ കോമ്പോസിഷൻ, ഇവിടുന്ന് എടുത്ത് നോക്കുമ്പോൾ വേറെ ഇല്ല. എല്ലായിടത്തും എങ്ങനെയാണ്? ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ്. ഗ്യാസുലിൻ, സീ വാട്ടർ, ബ്രാസ്, കളേർഡ് ഗ്ലാസസ് ഒക്കെ എങ്ങനെയാണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ്. അലോയ്, അല്ലെ? ബ്രാസ് എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. ബ്രാസ് ഇസ് ആൻ അലോയ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മെറ്റൽസിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? 2 മെറ്റൽസിന്റെ മിക്സ്ചറിനെയാണ് അലോയ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാസ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഓർത്ത് വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. ഇനി ഹെറ്ററോജീനിയസ് മിക്സ്ചർ അപ്പൊ എന്താണ്? നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട്. ഹെറ്ററോജീനിയസിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാണ്? ഡിഫറെന്റ് കോമ്പോസിഷൻ ഇൻ ഡിഫറെന്റ് പാർട്സ്. ഫോർ എക്സാമ്പിൾ മിക്സ്ചർ, നമ്മുടെ മിക്സ്ചർ, അല്ലെ? നമ്മൾ മിക്സ്ചർ വാങ്ങുന്ന സമയത്ത് നമ്മുടെ മിക്സ്ചറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ചില സമയത്ത് എന്ത് ചെയ്യും? അയ്യോ, നമ്മുടെ മിക്സ്ചറിനെ കാണുന്നില്ല, എവിടെ പോയി നീ? ഇവിടെതാ ഞാൻ ഇവിടുന്ന് കുറച്ച് മിക്സ്ചർ എടുത്തു, അപ്പൊ ഇവിടെ നിറച്ച് പീനട്ട്സ് ഉണ്ട്. ഇവിടെ നിന്ന് എടുത്തു, പീനട്ട്സേ ഇല്ല. ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു പീനട്ട് ഉണ്ട്. അങ്ങനെ മാറി മാറി വരുന്നുണ്ട്, അല്ലെ? അപ്പം കോമ്പോസിഷൻ കോൺസ്റ്റന്റ് അല്ല. ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് അല്ല. ഇൻ അതർ വേർഡ്സ്, കമ്പോണൻസ് ഓഫ് സച്ച് എ മിക്സ്ചർ നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല അതിന്റെ കമ്പോണൻസ് ഫോർ എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഇനി ദ കമ്പോണൻസ് ഓഫ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ക്യാൻ ബി ഒബ്സർവ്ഡ്. നമുക്കറിയാം ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ കമ്പോണൻസ്. നമുക്ക് നീക്കഡ് ഐയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, മൈക്രോസ്കോപ്പ്, ഒന്നില്ലെങ്കിൽ മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പോടെയോ അല്ലെങ്കിൽ നീക്കഡ് ഐയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. പക്ഷെ ഹോമോയിൽ കാണാൻ പറ്റില്ല. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സാൻഡ് ആൻഡ് അയൺ ഫില്ലിങ്സ്.
സാൻഡ് ആൻഡ് വാട്ടർ. വെള്ളത്തില് സാൻഡ് കലക്കി കഴിഞ്ഞാല് വെള്ളത്തിൽ ഉപ്പ് കലക്കിയ പോലെ ആണോ മക്കളെ? അല്ല അല്ലെ. നമ്മൾ കുഞ്ഞിലൊക്കെ നമ്മൾ ഫുൾ കളിക്കാറുണ്ട്, വെള്ളം എടുത്തിട്ട് അതിൽ കുറെ മണ്ണൊക്കെ കലക്കിയിട്ട് അല്ലെ. എത്ര കലക്കിയാലും കുറച്ചു നേരം കഴിയുമ്പോൾ മണ്ണൊക്കെ വന്ന് അടിയിൽ ഡെപ്പോസിറ്റഡ് ആയിട്ട് കിടക്കും, മുകളിൽ വെള്ളമായിട്ടുണ്ടാവും, കുറെ ഡേർട്ട് ഉണ്ടായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് ഒരിക്കലും ഹോമോജീനിയസ് അല്ല. പല സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ പല കോമ്പോസിഷൻ ആയിരിക്കും. മഡ്, ചളി എടുത്തു കഴിഞ്ഞാലും അങ്ങനെയല്ലേ, ചളി എന്താണ്, ഡിഫറെന്റ് കോമ്പോസിഷനിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ എന്ത് പഠിച്ചു? മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു അല്ലെ. ഒന്നും കൂടെ മിസ് അതിനെ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, മാറ്റർ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പ്യോർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. പ്യോർ സബ്സ്റ്റൻസിനെ എലമെന്റുകൾ എന്നും കോമ്പൗണ്ടുകൾ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു അല്ലെ. എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എലമെന്റുകൾ ചേർന്നാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കോമ്പൗണ്ട്സിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ ഉണ്ട് അല്ലെ. ഇനി മിക്സ്ചേഴ്സിലേക്ക് വന്നു. മിക്സ്ചേഴ്സിലേക്ക് വരുമ്പോൾ പ്യോർ സബ്സ്റ്റൻസുകളെ ചേർത്താണ് നമ്മൾ എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? മിക്സ്ചറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. മിക്സ്ചറിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട്? ഹോമോജീനിയസ് മിക്സ്ചറും ഉണ്ട്, ഹെറ്ററോജീനിയസ് മിക്സ്ചറും ഉണ്ട്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും യൂണിഫോം കോമ്പോസിഷൻ ആണ്. എക്സാമ്പിൾ എയർ, സോൾട്ട് വാട്ടർ, ബ്രാസ് ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി ഹെറ്ററോജീനിയസ് എന്ന് പറയുമ്പോൾ മഡ്, വാട്ടർ ആൻഡ് അതേപോലെ തന്നെ സാൻഡിന്റെ മിക്സ്ചർ. സീ വാട്ടർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെ. ഹെറ്ററോജീനിയസ് മിക്സ്ചറിൽ എങ്ങനെയാണ്? സാൻഡ് ആൻഡ് അയൺ ഫില്ലിങ്സ് ഒക്കെ എന്താണ്? ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണ്. ക്വസ്റ്റ്യൻ, എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെ വരും മിസ്? ദാ ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെന്റുകളും കോമ്പൗണ്ടുകളും ആയിട്ട് ക്ലാസിഫൈ ചെയ്യൂ. ആരൊക്കെയാണ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ? O2 is an element. പിന്നെ ആരാണ്? H2 is an element. AU അല്ലേ. AU ആരാണ്? AU ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഇസ് AU എന്ന് പറയുന്നത്? ഏത് എലമെന്റ് ആണ് AU? നമുക്ക് എല്ലാവർക്കും ഫേവററ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് AU എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മിസ്സിന് മനസ്സിലാവണമല്ലോ. അപ്പൊ AU എന്താണ്, വാട്ട് ഇസ് AU എന്ന് താഴെ കമന്റ് ചെയ്യുക ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ എല്ലാവരും കമന്റ്സ് റീഡ് ചെയ്യുമ്പോൾ എല്ലാവരും വണ്ടറാവും, എന്താ എല്ലാവരും ഇങ്ങനെ ഈ ഒരു നെയിം ഇങ്ങനെ കമന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ AU എന്താണെന്ന് എന്ത് ചെയ്യുക? മറക്കാണ്ട് കമന്റ് ചെയ്യുക. ഇനി ആരാ വരുന്നത്? Cl2 വരുന്നുണ്ട് അല്ലെ, ക്ലോറിൻ വരുന്നുണ്ട്. അപ്പൊ ക്ലോറിൻ, H2, AU, O2 ഇവരൊക്കെ ആരാടാ? എലമെന്റുകളാണ്. ഇനി കോമ്പൗണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട്സ് ആരൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ട്, H2O വരുന്നുണ്ട്, H2SO4 ആരാണവൻ? H2SO4 is സൾഫ്യൂരിക് ആസിഡ് അല്ലെ. അവൻ ആരാണ്? ആസിഡുകളുടെ രാജാവാണ് അല്ലെ, കിങ് ഓഫ് കെമിക്കൽസ് ആണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ആരാ? CH4 വരുന്നുണ്ട് അല്ലെ. യെസ്, ഇത്രയും ആളുകളാണ് കോമ്പൗണ്ടുകളിൽ വരുന്നത്. CO2, H2O, H2SO4 and CH4. സെറ്റ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? മാർച്ച് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ഹോമോജീനിയസ് മിക്സ്ചർ, ഹെറ്ററോജീനിയസ് മിക്സ്ചർ, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. സെറ്റ്. സിമ്പിൾ അല്ലേ. ഹോമോജീനിയസ് മിക്സ്ചർ ആരാടാ? എയർ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെ. ഹോമോ എന്ന് ഞാൻ എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് ബാക്കി അറിയാം. എയർ ഹോമോ ആണ്. മഡി വാട്ടർ ഇസ് ആരാണ്? ഹെറ്ററോ ആണ്. ഹെറ്ററോ. ഇപ്പൊ മഴക്കാലമാണ്, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ദേ ചെളിവെള്ളം, ഇറ്റ് ഇസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ അല്ലെ. നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അല്ലെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. നമ്മൾ എടുക്കുന്ന എയർ എന്ന് പറയുന്നത് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. സിൽവർ, നമ്മൾ സിൽവർ ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യും അല്ലെ. സിൽവർ എന്താടാ? ഇറ്റ് ഇസ് എ മെറ്റൽ, ഇറ്റ് ഇസ് എൻ എലമെന്റ് അല്ലെ. വാട്ടർ ഇസ് H2O is just a compound അല്ലെ. Water is a compound. Yes, simple question. 2 marks കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. ഇനി നമുക്ക് മാറ്ററിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ മെഷർമെന്റ്സിനെ കുറിച്ചും പഠിക്കണം. ഈസിയാണ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണം. ഞാനിങ്ങനെ നോക്കുന്നു, നിങ്ങൾക്ക് ഇപ്പം മിസ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ മിസ്സിനെ കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളില്ലേ, അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം മിസ് മുടി കളർ ചെയ്തിട്ടുണ്ട്, മിസ്സിന്റെ സ്കിൻ കളർ എന്താണ്, മിസ് ഇതാ നെയിൽസിൽ എന്താണ് നെയിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫിസിക്കലി അത് മിസ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ശരിക്കും ഒരു
കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? നമുക്ക് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. കോമ്പോസിഷൻ ഒന്നും മാറ്റുന്നില്ല, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല. നോക്കുമ്പോൾ കാണുന്ന ആളുകൾ, സാധനങ്ങൾ എന്തൊക്കെയാണ്? കളറ്, ഓർഡർ, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതിന്റെ ഡെൻസിറ്റി ഒക്കെ എങ്ങനെയാണ്? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണം. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാലാണ് നമുക്ക് ഇതിന്റെ ഈ പ്രോപ്പർട്ടീസ് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, എത്രത്തോളം ആ എലമെന്റ് കത്തും, അല്ലെ? ഒരാൾ എത്രത്തോളം കമ്പസിബിൾ ആണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കത്തിച്ചു നോക്കണം. അല്ലാതെ എനിക്കിങ്ങനെ ഇവനെ കണ്ടിട്ട് ഇവൻ നല്ലോണം കമ്പസിബിൾ ആയിരിക്കും, ചിലപ്പോൾ അതെന്ത് ചെയ്യാല്ല, കത്ത് പോലും ചെയ്യില്ല, അല്ലെ? ഞാൻ പറയാണ് H2O അല്ലേ, വാട്ടർ അല്ലേ, അവൻ ചിലപ്പോൾ നല്ല രീതിയിൽ കത്തും, പക്ഷെ എവിടെയാ? കമ്പസിബിൾ അല്ല. പക്ഷെ ഹൈഡ്രജൻ എങ്ങനെയാണ്? ഹൈലി കമ്പസിബിൾ ആണ്, അല്ലെ? അപ്പം കമ്പഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ കത്തിച്ച് തന്നെ നോക്കണം. അതുപോലെ തന്നെ അസിഡിറ്റി, ബേസിസിറ്റി എന്നൊക്കെ പറയണം, അല്ലെ? എത്രത്തോളം അസിഡിക് ആണ്, എത്രത്തോളം ബേസിക് ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കി തന്നെ കണ്ടുപിടിക്കണം, അല്ലെ? നമ്മളൊരു റിയാക്ഷൻ നടത്തി തന്നെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കണ്ടോ? ആർ ദോസ് പ്രോപ്പർട്ടീസ് ഹൂസ് മെഷർമെന്റ് ഓർ ഒബ്സർവേഷൻ റിക്വയർസ് എ കെമിക്കൽ ചേഞ്ച് ടു ഒക്കർ. ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഒരു കെമിക്കൽ ചേഞ്ച് നടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കെമിക്കൽ പ്രോപ്പർട്ടി കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക തന്നെ വേണം. സെറ്റാണല്ലോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷർമെന്റ്സ് എന്താണെന്ന് പഠിക്കണം. അതിൽ തന്നെ മെയിൻലി യൂണിറ്റ് എന്താണെന്ന് പഠിക്കണം. മെഷർമെന്റ്സിലേക്ക് വരുമ്പം ഞാൻ പറയാണ്, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ലെങ്ത്തിന്റെ ഒരു യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, മിസ് സെന്റിമീറ്ററിൽ അളക്കാം, മില്ലിമീറ്റേഴ്സിൽ അളക്കാം, മീറ്ററിൽ, അല്ലെ, കിലോമീറ്ററിൽ. അങ്ങനെ ലെങ്ത്തിന് നിങ്ങൾ പല പല യൂണിറ്റ്സ് പറയും, അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെ? ഞാൻ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണു, ഞാൻ അപ്പൊ എന്താണ് ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണെന്ന് വിചാരിക്കുക. വേറൊരാളൊരു എക്സ്പെരിമെന്റ് ചെയ്യണു, അവൻ ലെങ്ത് മെഷർ ചെയ്ത് സെന്റിമീറ്ററിലാണ്. വേറൊരാളൊരു എക്സ്പെരിമെന്റ് ചെയ്യണു, അവൻ ലെങ്ത് മെഷർ ചെയ്ത് മില്ലിമീറ്ററിലാണ്. വേറൊരാൾ കിലോമീറ്ററിലാണ്. അങ്ങനെ എല്ലാവരും തോന്നിയ പോലെയുള്ള യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിഫറെന്റ് ആൻസേഴ്സ് കിട്ടും, അല്ലെ? അപ്പൊ ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്താൽ ശരിയാവില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഇന്റർനാഷണൽ സിസ്റ്റം കൊണ്ടുവന്നു. ഇന്റർനാഷണൽ ലെവലില് നമ്മൾ അതിനെ SI യൂണിറ്റ്സ് എന്നാണ് വിളിക്കുക. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്, അതിന്റെ അബ്രിവിയേഷൻ ആണ് SI എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് SI യൂണിറ്റ്സ് ഫോളോ ചെയ്താണ് എല്ലാവരും എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേപോലത്തെ ആൻസർ കിട്ടും, ഒരു കൺഫ്യൂഷനും ഇല്ല. സെറ്റാണല്ലോ? സെറ്റാണ്. അപ്പൊ ഈ ഒരു 7 ബേസിക് SI യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. അതായത് ലെങ്ത്തിന്റെ SI യൂണിറ്റ്, ലെങ്ത്തിന് നമ്മൾ SI യൂണിറ്റ് എങ്ങനെയാണ്? മീറ്റർ ആണ്. അതിന്റെ സിമ്പൽ എന്താ? സ്മോൾ m ആണ്. മാസ് എങ്ങനെയാ? മാസ് കിലോഗ്രാമിലാണ് പറയാം. ടൈമോ? ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, S വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ലെങ്ത്, മാസ്, ടൈം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കറണ്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. A ആണ് സിമ്പിൾ, ക്യാപിറ്റൽ ലെറ്റർ A ആണ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി ടെമ്പറേച്ചർ, ഇവിടെ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ തെർമോഡൈനാമിക് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അയ്യോ മിസ് അത് എനിക്ക് അറിയില്ല, പേടിക്കണ്ട, നമ്മൾ പഠിക്കും, തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുക, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. ക്യാപിറ്റൽ ലെറ്റർ K വെച്ചാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റാണ്. ഇനിയാണ് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ലൂമിനസ് ഇന്റൻസിറ്റി, അല്ലെ? അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ചോദിക്കാറുള്ളതും ഈ ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ടാവും, അല്ലെ? ലൂമിനസ് ഇന്റൻസിറ്റി ആരാണ് അവൻ, അല്ലെ? കേൾക്കുമ്പോ തന്നെ പേടിയാവണു. അവന്റെ യൂണിറ്റ് നോക്കിക്കേ, അതിലും രസം. കാൻഡല, അല്ലെ? CD ആണ് അതിന്റെ സൈൻ, കാൻഡല, അല്ലെ? മിസ് നിൽക്കുന്നോണ്ട് കാണുന്നില്ലേ? യെസ്, കാൻഡല, CD ആണ് സൈൻ വരുന്നത്. എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റി എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു കൗതുകം തോന്നിയില്ലേ? അതുകൊണ്ട് മിസ് പറയണതാണ്, ഒരു ലൈറ്റ് ഞാൻ കത്തിച്ചു, അല്ലേ? ഇതാ ഇവിടെ ഒരു ബൾബ് കത്തിച്ചു. അപ്പൊ ഈ ബൾബ് കത്തി നിൽക്കുമ്പോൾ മൊത്തമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ലൈറ്റ് ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ ലൈറ്റ് സ്പ്രെഡ് ചെയ്തു പോകും, അല്ലേ? ഫുൾ ലൈറ്റ് ഇങ്ങനെ വരും. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഞാൻ ലൈറ്റ് നോക്കി, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ ലൈറ്റ് നോക്കുകയാണെന്ന് വിചാരിച്ചു. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ വരുന്ന ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇല്ലേടാ,
അതിനെയാണ് നമ്മൾ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. ലൈറ്റ് എമിഷൻ ഇന്റൻസിറ്റി, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ വരുന്ന ലൈറ്റിന്റെ ആ ഒരു എമിറ്റിംഗ് പവർ, അതിനെയാണ് നമ്മൾ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കെമിസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്നേ ചോദിക്കുള്ളൂ. മിസ് എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ലൂമിനസ് ഇന്റൻസിറ്റി നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ ലൈറ്റ് വരുമ്പം ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇല്ലേ, അതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ഡീറ്റെയിൽ ആയിട്ട് ലൂമിനസ് ഇന്റൻസിറ്റി എന്താണ്, ലൂമൻ എന്താണെന്നൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും, പേടിക്കണ്ട. അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയണം, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡല ആണെന്ന് അറിയണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ അത് പറയണം. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. കെമിസ്ട്രിയിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് നമ്മൾ എന്ത് വിളിക്കും, മോളേന്ന് വിളിക്കും അല്ലേ, മോളേന്ന് വിളിക്കും, മോളാണ് അല്ലേ. Amount of substance, ഒരു മോൾ, it is equal to Avogadro number 6.022 into 10 raised to 23 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ അല്ലെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് മോൾ. മോളിന്റെ അബ്രിവിയേഷൻ അല്ലെങ്കിൽ മോളിന്റെ സിമ്പിൾ ആണ് MOL. അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്താടാ, മോളേ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. മോൾ ആണ് യൂണിറ്റ്, MOL അല്ലെ. അപ്പം MOLEയും MOLഉം, MOL is the symbol. ഓക്കെ, കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കുറെ പേര് എന്ത് ചെയ്യും, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നമുക്ക് 5 moles കിട്ടി എന്ന് പറഞ്ഞ MOL എന്ന് എഴുതുമ്പോൾ അവർ പറയും, മിസ് എന്താ എഴുതാത്തത്, മിസ് എഴുതാൻ മറന്നുപോയി. എഴുതേണ്ട ആവശ്യം ഉണ്ടോടാ, ആണ്. MOLE ആണ് യൂണിറ്റിന്റെ നെയിം എന്ന് പറയുന്നത്, സിമ്പിൾ എന്ന് പറയുന്നത് MOL ആണ്. ഓക്കെ, അപ്പം 7 ബേസിക് ആയിട്ടുള്ള SI യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ ആദ്യമായി കേട്ട ഒരു യൂണിറ്റ് ആണ് ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റ് ആണ് കാൻഡല അല്ലെ. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. ഓക്കെ, സെറ്റ്. ഇനി എന്ത് ചെയ്യണം, കുറച്ച് പ്രിഫിക്സസ് പഠിക്കാനുണ്ട്. അതായത് ഒന്നുമില്ല, നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അശ്ശോ ഇതെങ്ങനെ പഠിക്കും, ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഇത് പേടിയാവുന്നു. ഒരു പേടിയും വേണ്ട. മിസ്സിനും ആദ്യമായിട്ട് +1 കെമിസ്ട്രിയിൽ ഈ പ്രിഫിക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അശ്ശോ ഈ പ്രിഫിക്സ് പഠിച്ചില്ല, അത് പഠിച്ചില്ല, ഇത് പഠിച്ചില്ല, അങ്ങനെ ഫുൾ അല്ലെ. നമുക്ക് അങ്ങനെയല്ലേ, ഫസ്റ്റ് ആയിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അയ്യോ ഇതെങ്ങനെയാ പഠിക്കുന്നത്, ഇത്രയും അധികം സിമ്പിളാണ്. പിന്നെ ഇതിലെല്ലാം ഒന്നും നമുക്ക് എക്സാമിന് ചോദിക്കത്തുമില്ല. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇനിയിപ്പോൾ നമ്മൾ +1 കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിൽ നിങ്ങൾ ഈ കെമിസ്ട്രിയിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫിസിക്സിലും പഠിക്കും. അപ്പോൾ ഫിസിക്സിൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴും യൂസ് ചെയ്ത് നിങ്ങൾ പോലും അറിയാണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ കയറിക്കോളും. അപ്പോൾ ഒരിക്കലും അയ്യോ എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. നമ്മൾ പയ്യെ അല്ലേ, നമ്മൾ ആദ്യമായിട്ട് ABCD പഠിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ എനിക്ക് LMNOP കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ABCD തെറ്റിക്കുക പോലും ഇല്ല. അതേപോലെയാണ് ആദ്യമായിട്ട് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നും. പക്ഷെ പിന്നെ നമുക്ക് പറയുമ്പോൾ അയ്യ ഇത് ഇത്രയേ ഉള്ളൂരുന്നു, അയ്യ ഇത് ഈസി ആയിരുന്നല്ലോ എന്ന് മനസ്സിലാവും. അപ്പൊ അതേപോലെ നിങ്ങൾ വളരെ സില്ലി ആയിട്ട് കാണേണ്ട ഒരു ടേബിളാണ്. പക്ഷെ ഇത് ഇതേപോലെ തന്നെ മിസ് മാറി നിൽക്കാം, ഇതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാൾപേപ്പർ ഒക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൽ ഇത് കയറും. അപ്പൊ നമുക്ക് നോക്കണ്ട കുറച്ച് പ്രിഫിക്സസ് ആണ്. നോക്കാം, 10ന്റെ പവറിൽ 10 raised to -24. അതാ 10 raised to -24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ യോക്ടോ എന്നാണ് വിളിക്കുന്നത്. യോക്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ സിമ്പിളുകൾ നിങ്ങൾ വലിയ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും യോക്ടോ എന്ന് പറഞ്ഞാൽ 10 raised to -24 ആണ്. ഒരു യോക്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാണ്, ഒരു യോക്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 raised to -24 meters. അതിനെയാണ് നമ്മൾ യോക്ടോ എന്ന് വിളിക്കുന്നത്. ഇനി സെപ്റ്റോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ സൊമാറ്റോയുടെ ഡെലിവറി ആപ്പാണ് സെപ്റ്റോ അല്ലെ. സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് പോലെ സെപ്റ്റോ ഇല്ലേ. അപ്പൊ സെപ്റ്റോ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരാളാണ്. സെപ്റ്റോ ഇസ് 10 raised to -21 ആണ് സെപ്റ്റോ എന്ന് പറയുന്നത്. ഇനി ആപ്റ്റോ എന്ന് പറഞ്ഞാൽ 10 raised to -18 ആണ്. ഫെംറ്റോ വേണമെങ്കിൽ ഓർത്തിരുന്നോ, 10 raised to -15 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പൈക്കോ ചോദിക്കും, 10 raised to -12. പൈക്കോമീറ്റർ നിങ്ങളുടെ അടുത്ത് പറയും ഇന്ന ആളുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര പൈക്കോമീറ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പൈക്കോയോ അതെന്താ, 12 പൈക്കോമീറ്റേഴ്സ് ആണ്. അതെന്താ 12 പൈക്കോമീറ്റേഴ്സ് അല്ലേ. 12 പൈക്കോമീറ്റർ ആണ് ഒരാളുടെ വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു വേവിന്റെ ലെങ്ത് 12 പൈക്കോമീറ്റർ ആണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിങ്ങനെ അയ്യോ ഇതിനെ എങ്ങനെ മീറ്ററിലേക്ക് ആക്കും, എനിക്ക് പൈക്കോ ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ പൈക്കോ അറിയാം. 12 പൈക്കോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, 12 into പൈക്കോക്ക് നമ്മൾ എന്ത് എഴുതും,
10⁻⁻12 മീറ്റർ. ഇതാണ് അതിന്റെ ആൻസർ. 12 into 10⁻⁻12 meters. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻12 ആണ് എന്ന് ഓർത്തിരിക്കണം. ഇനി ഇതാ അടുത്ത നാനോ. നാനോ is 10⁻⁹. നാനോ 9 അല്ലെ, -9. 10⁻⁻6 മൈക്രോ. ഓക്കെ, മൈക്രോയും നാനോയും പൈക്കോ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോ is 10⁻⁻6. മില്ലി is 10⁻⁻3. ഡെസി, സെന്റി അല്ലെ, മില്ലി കഴിഞ്ഞാൽ സെന്റി is 10⁻⁻2. ഡെസി എത്രയാണ്? 10⁻⁻1. ഡെക്ക is 10. 10 നമ്മൾ ഡെക്ക എന്ന് പറയും, 10⁻⁻1 ഡെസി എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു പാട്ട് പോലെ പഠിച്ചിട്ടുണ്ടോ? മിസ് ഒക്കെ പണ്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്താ ഡെസി, സെന്റി, മില്ലി, മൈക്രോ, നാനോ, പൈക്കോ, ഫെംറ്റോ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പഠിക്കാലോ. അപ്പൊ ഓർക്കുക, 10⁻⁻1, -2, -3, -6, -9 അങ്ങനെ പോകുന്നു. അതിൽ മിസ്സി സ്റ്റാർ ഇട്ടിരിക്കുന്നവരെ ഒക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി 10⁻2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹെക്ടോ. 10⁻3 എന്ന് പറഞ്ഞാൽ കിലോ അല്ലെ. കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10⁻3 ആണ്. 10⁻6 എന്താടാ? മെഗാ. കണ്ടോ, മൈക്രോയ്ക്ക് നമ്മള്, മില്ലിക്ക് നമ്മൾ സ്മോൾ എം ആ കൊടുക്കുന്നേ, മെഗായ്ക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം ആണ് കൊടുക്കുന്നത്. നമ്മള് നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് വരും. കെമിസ്ട്രിന്ന് സം ബേസിക് കോൺസെപ്റ്റ്സ് കഴിഞ്ഞ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ പഠിച്ചാൽ മാത്രമാണ് ആ ഒരു സമയത്ത് അത് എന്താണ് എന്ന് മനസ്സിലാക്കാനും ആ വാല്യൂ എടുത്ത് എഴുതാനും പറ്റുള്ളൂ. അതാണ് ഇത് പഠിക്കുന്നതിന്റെ മെയിൻ സിഗ്നിഫിക്കൻസ്. അതേപോലെ തന്നെ ഫിസിക്സിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയും ഇത്ര ഗിഗ അല്ലെങ്കിൽ ഇത്ര ഗിഗാ പാസ്കൽ, ഇത്ര മെഗാ പാസ്കൽ എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ ഗിഗ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻9. 10⁻12 എന്താണ് വിളിക്കുന്നത്? ടെറ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതില് ബാക്കി എന്താ? സീറ്റ എന്ന് ഓർത്തിരിക്കുക. ബാക്കി ജസ്റ്റ് എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഞാൻ സ്റ്റാർ ഇട്ടതൊക്കെ എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. സെറ്റ് ആണല്ലോ. പ്രിഫിക്സുകൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലെ. പ്രിഫിക്സുകൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുമ്പം എന്താണെങ്കിലും കുറച്ച് ഓവർവെൽമിംഗ് ഒക്കെയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. 2-3 തവണ വായിച്ചാൽ മതി. എന്നിട്ട് എഴുതി നോക്കുക. 2-3 തവണ വായിക്കുക, എന്നിട്ട് എഴുതി നോക്കുക. സെറ്റാണ്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് NCERT എക്സസൈസ് ആയിട്ടുള്ള തന്നെ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് പ്രിഫിക്സസ് വിത്ത് ദർ മൾട്ടിപ്പിൾസ്. നോക്കിക്കേ, ഫെംറ്റോ എന്താടാ? ഫെംറ്റോ is 10⁻⁻15 ആണ്. ഗിഗ is 10⁻9 ആണ്. മെഗാ is 10⁻6 ആണ്. ഡെക്ക is 10 ആണ്. മൈക്രോ is 10⁻⁻6 ആണ്. കണ്ടോ, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നെ ചോദിക്കാൻ ക്വസ്റ്റ്യനില്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത നമുക്ക് നോക്കാനുള്ളത് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മാസും വെയിറ്റും ഇവിടെ 2 ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് മൂണാണ് കേട്ടോ. ഇത് എർത്ത് ആണ്. അപ്പൊ 2 ആൾക്കാര് ഇതിപ്പോ ഞാനാണെന്ന് വിചാരിക്കാം. മിസ്സിന് 80 kg ഒന്നും ഇല്ല, എന്നാലും ഓക്കെ, ഞാനാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ മാസ് 80 kg ആണെന്ന് വിചാരിക്കാം. എന്റെ മാസ്. അപ്പൊ ഞാൻ എർത്തിൽ നിൽക്കുമ്പോഴും എന്റെ മാസ് 80 കിലോ ആണ്. ഞാൻ അങ്ങ് മൂണില് പോയാലും എന്റെ മാസ് 80 കിലോ ആണ്. ഞാൻ അങ്ങ് മെർക്കുറി പോയാലും എന്റെ മാസ് 80 കിലോ ആണ്. ഞാൻ അങ്ങ് ജൂപ്പിറ്ററിൽ പോയാലും എന്റെ മാസ് 80 കിലോ ആണ്. ഞാൻ അങ്ങ് പ്ലൂട്ടോയിൽ പോയാലും വേണ്ടല്ലേ, മതിയല്ലേ. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പോയാലും എന്റെ മാസിന് ഒരു മാറ്റവും വരുന്നില്ല. മാസ് എന്ന് പറഞ്ഞാൽ എന്റെ അകത്തുള്ള മാറ്റർ കണ്ടന്റ് ആണ്. എത്ര എമൗണ്ട് ഓഫ് മാറ്റർ കൊണ്ടാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, അത് മാറണില്ല. ഓക്കെ, മാസ് കോൺസ്റ്റന്റ് ആണ്. ഇനി എന്റെ വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ എർത്തിൽ നിൽക്കുമ്പോൾ എനിക്കൊരു വെയിറ്റ് ആണ്, ഞാൻ മൂണിൽ പോകുമ്പോൾ എന്റെ വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പൊ ഈ വെയിറ്റിന് വേരിയേഷൻ വരുന്നുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഗ്രാവിറ്റേഷണൽ പുള്ളാണ്, എത്ര ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. എത്ര മാറ്റർ അതിനകത്തുണ്ട്. വൈൽ വെയിറ്റ് എന്താണ്? ഗ്രാവിറ്റി ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഇസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്നതിനെ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാറും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മാറും. അപ്പൊ എർത്തിലുള്ളതിനേക്കാളും ഒരാൾക്ക് വെയിറ്റ് കുറവായിരിക്കും മൂണിൽ പോകുമ്പോൾ.
ഓക്കെ, ഇത്ര ടൈംസ് ഒക്കെ വെച്ച് കുറയും. അതൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. അപ്പോൾ the mass of a substance is constant, whereas its weight may vary from one place to another due to change in gravity. ഗ്രാവിറ്റി മാറുന്നതിനനുസരിച്ച് വെയിറ്റ് മാറും. ഓക്കെ, mass of a substance can be determined. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഒരു ആളുടെ മാസ്, ഒരു സബ്സ്റ്റൻസിന്റെ മാസ് നമുക്ക് അനലിറ്റിക്കൽ ബാലൻസ് വെച്ചിട്ട് അക്യുറേറ്റ്ലി ലബോറട്ടറിയിൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചോദിക്കും, the mass of substance can be determined very accurately in laboratory by using ഡാഷ്. ആരാണ്? അനലിറ്റിക്കൽ ബാലൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ആക്യുറേറ്റ് ആയിട്ട് മാസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വോള്യം എന്താണെന്നാണ്. വോള്യം എന്താണ്? ഒരു ആള് ഒക്യുപ്പൈ ചെയ്യുന്ന, അല്ലെ, എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ വോള്യം എന്ന് വിളിക്കുന്നത്, അല്ലെ. അപ്പൊ വോള്യത്തിന്റെ യൂണിറ്റ്സിലേക്ക് വരുമ്പോൾ വോള്യത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്സ് ആണ് വോള്യത്തിന്റെ യൂണിറ്റ്. ചെറിയ യൂണിറ്റുകൾ ഉണ്ട്, സെന്റിമീറ്റർ ക്യൂബ്സ് ഉണ്ട്, ഡെസിമീറ്റർ ക്യൂബ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 1000 ലിറ്റർ ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഒരു മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണ് എന്ന് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ഒരു മില്ലി ലിറ്റർ ഒരു സെന്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആണ് എന്നും ഓർത്ത് ഇരിക്കണം. ഓക്കെ, ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റിമീറ്റർ ക്യൂബിന് ഈക്വൽ ആണ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡെസി മീറ്റർ ക്യൂബിന് ഈക്വൽ ആണ് എന്നും എന്ത് ചെയ്യുക? ഓർത്ത് ഇരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. സിമ്പിൾ ആണ്, അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ലാബിൽ നമുക്ക് ലിക്വിഡ്സിന്റെ അല്ലെങ്കിൽ സൊല്യൂഷൻസിന്റെ വോള്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആരെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാജുവേറ്റഡ് സിലിണ്ടറിനെ യൂസ് ചെയ്യാം, പിപ്പറ്റിനെ യൂസ് ചെയ്യാം, ബ്യൂററ്റിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു നോൺ വോള്യം ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷന്റെ നോൺ വോള്യത്തിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ആരെ യൂസ് ചെയ്യും? വോള്യൂമെട്രിക് ഫ്ലാസ്ക് യൂസ് ചെയ്യും. ജസ്റ്റ് ഓർത്തിരിക്കുക, നിങ്ങൾ ലാബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം വോള്യൂമെട്രിക് ഫ്ലാസ്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാര്യം മനസ്സിലാവും. ഓക്കെ, ലാബ് തുടങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കത്തും. അപ്പോൾ വോള്യം എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണ്, അതുപോലെ ഒരു മീറ്റർ ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്, അതേപോലെ തന്നെ എന്താണ് ഒരു ml എന്ന് പറഞ്ഞാൽ ഒരു cc ആണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോള്യം ആണ് ഡെൻസിറ്റി. അപ്പൊ മാസിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു കിലോഗ്രാം ആണ്, വോള്യത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. സോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, അല്ലെ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പം എന്താണ്? അതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടെൽസ് us about how close its particles are packed. ഒരു ആള് നല്ല ഡെൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? വളരെ അടുത്തടുത്ത് ക്ലോസ്ലി പാക്ഡ് ആണ് എന്നാണ് മീനിങ്. അപ്പൊ മോർ ഡെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലോസ്ലി പാക്ഡ്, അല്ലെ. ഒരു ബസ്സിന്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബസ് ഡെൻസ്ലി പാക്ഡ് ആണ്, നല്ല രീതിയിൽ കുത്തി നിറഞ്ഞാണ് ആൾക്കാർ പോകുന്നത് എന്നാണ് അതിന്റെ മീനിങ്. ഇനി നമുക്ക് എന്ത് പഠിക്കണം? ടെമ്പറേച്ചറും പഠിക്കണം. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സമയത്ത് ഒരു ബോഡിയുടെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെ അല്ലെങ്കിൽ കൂൾനെസ്സിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ്, അല്ലെ. ഇപ്പത്തെ റൂം ടെമ്പറേച്ചർ എത്രയാണ് എന്ന് മിസ് നോക്കുകയാണെങ്കിൽ, ഇപ്പത്തെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ എത്രയാ? 28 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത് കോഴിക്കോട്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ പറയും. നമ്മൾ പനിയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഫാരൻഹീറ്റ് വെച്ചാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചിരുന്നു കെൽവിൻ ആണ്, അല്ലെ. അപ്പൊ ടെമ്പറേച്ചറും എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ. ടെമ്പറേച്ചർ 3 ഡിഫറെന്റ് സ്കെയിൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഫ്രീസിങ് പോയിന്റ് ആണ്, വെള്ളം ഐസ് ആവുന്ന ടെമ്പറേച്ചർ ആണ്. അത് കെൽവിൻ സ്കെയിലിൽ എത്രയായിട്ടാണ് ഈക്വൽ വരുന്നത്? 273.15 കെൽവിന് ഈക്വൽ ആണ്. ഫാരൻഹീറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റിന് അത് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ടെമ്പറേച്ചർ സ്കെയിൽസിന്റെ ഈ ഒരു റിലേഷൻ, ഈ 2 റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കാം. നമുക്ക് ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതിനെ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 273.15 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിനെ കെൽവിനിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? +273.15 ചെയ്യണം. ഇനി
നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതിനെ ഡിഗ്രി ഫാരൻ ഹീറ്റിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ ഇൻറ്റു 9/5 ചെയ്യുക പ്ലസ് 32 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഫാരൻ ഹീറ്റിലുള്ള ടെമ്പറേച്ചർ കിട്ടും. കണ്ടോ, 9 ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ബൈ 5. അപ്പൊ ഇൻറ്റു 9/5 പ്ലസ് 32 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുവാടാ? നമുക്ക് ഫാരൻ ഹീറ്റിൽ കിട്ടും. അപ്പം ഈ ഒരു ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. സോ ദാറ്റ് നമുക്ക് ഫാരൻ ഹീറ്റിലായാലും ഡിഗ്രി സെൽഷ്യസിലായാലും കെൽവിനിലായാലും ടെമ്പറേച്ചറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ടോപ്പിക്സും ഒക്കെ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് കവർ ചെയ്തത്. ബാക്കിയുള്ള കംപ്ലീറ്റ് ടോപ്പിക്സുമായിട്ട് മിസ് ഇനിയും വീഡിയോസ് ആയിട്ട് വരും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുക, മിസ് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ആണ് മിസ്സിന്റെ എനർജി. അതേപോലെ തന്നെ AU എന്താണ് എന്ന് മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? വാട്ട് ഇസ് AU? AU എന്തിന്റെ സിമ്പിൾ ആണ്? അതും കൂടെ കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് എവരിവൺ.